ഹലോ, എല്ലാവർക്കും എന്നാണ്ട് വിശേഷം? നമ്മളുണ്ടല്ലോ, നമുക്കൊരു ചെറിയ പുളിമരമുണ്ട്. മരം ആകുന്നതേ ഉള്ളൂ, കുഞ്ഞു പുളിയാണ്. അപ്പോൾ അതിൻ്റെ ശിഖരങ്ങൾ രണ്ടെണ്ണം പടർന്നിങ്ങനെ വളരുമായിരുന്നു. അപ്പോൾ ഞങ്ങളത് രണ്ടും ക്ലിപ്പ് ചെയ്തെടുത്തു. അപ്പോഴാണ് അതിൻ്റെ കുറച്ച് തളിരില ഉണ്ടായിരുന്നു, കുറച്ച് മൂത്ത ഇല ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഈ പുളിയില വെച്ചിട്ട് എന്തെങ്കിലും നമുക്ക് ഇത് കളയാതെ എന്തെങ്കിലും കുക്ക് ചെയ്തെടുത്താലോ എന്ന്. പുളിയില വെച്ച് നമുക്ക് ഒരു വെജിറ്റേറിയൻ റെസിപ്പിയും അതുപോലെ തന്നെ ഒരു നോൺ വെജിറ്റേറിയൻ റെസിപ്പിയും നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണേ. ഇലകൾ ക്ലിപ്പ് ചെയ്തെടുത്തത് വൈകുന്നേരമായിരുന്നു. ഞാൻ അപ്പം തന്നെ ഇത് നന്നായിട്ട് കഴുകി തളിരിലയും മൂത്ത ഇലയും സെപ്പറേറ്റ് ആക്കി വെച്ചിരുന്നു. ആദ്യം നമ്മൾ വെജിറ്റേറിയൻ റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ അരമണിക്കൂർ കുതിർത്ത് വെച്ചേക്കുന്ന കടലപ്പരിപ്പായത് ഇതിനകത്തോട്ട് ഞാൻ വേകാൻ ആവശ്യത്തിന് വെള്ളവും അതുപോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു 1/4 വേവ് ആകുന്നത് വരെ വേവിച്ചെടുക്കും. ഇപ്പം ഇത് കണ്ടോ, വെന്ത് കുഴഞ്ഞിട്ടൊന്നുമില്ല, 1/4 ഭാഗം വേവായിട്ടുണ്ട്. ഇനി നമുക്കിത് മതി. നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് അടച്ചു മാറ്റി വെക്കുക. ഇനി നമുക്കിതിൻ്റെ അരപ്പുണ്ടാക്കാം. അരപ്പിനായിട്ട് നല്ല ജീരകം, പെരിഞ്ജീരകം, എരിവിന് ആവശ്യത്തിന് ഉണക്കമുളക്, ചതച്ച ഇഞ്ചി, ചുവന്നുള്ളി, തേങ്ങാപ്പീര, അതുപോലെ തന്നെ ഇതെല്ലാം കൂടെ അരഞ്ഞു കിട്ടാൻ ആവശ്യത്തിന് ഒരല്പം വെള്ളം, ഇത്രയും ചേർത്ത് മിക്സിക്കകത്ത് ഒന്ന് ചതച്ചെടുക്കുക. അരച്ചെടുക്കണ്ട, ചതച്ചെടുത്താൽ മതി. ഇതുപോലെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് ചതഞ്ഞു വന്നു. ഇനി ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പുളിയുടെ തളിരിലയുണ്ടല്ലോ, അത് കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് ചെറുതായിട്ട് അതിൻ്റെ നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും. ഒരുപാട് കുനുകുനാന്ന് കൊത്തി അരിയുന്നൊന്നുമില്ല, ജസ്റ്റ് അത് വലിപ്പം ഒന്ന് കുറഞ്ഞു കിട്ടാൻ വേണ്ടി, കുഴഞ്ഞു കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഒന്ന് നുറുക്കിയെടുക്കുന്നു. ഇനി നമ്മുടെ അരപ്പിനകത്തോട്ട് നുറുക്കി വെച്ചിരിക്കുന്ന പുളിയില ചേർത്ത് കൈയും കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് രണ്ടും കൂടെ യോജിപ്പിച്ചെടുക്കുക. ഇനി പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് പുളിയില മിക്സ് ഇതിനകത്തോട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പുളിയിലയുടെ നിറം മാറി വരണം, ദേ ഇതുപോലെ. ഈ സമയത്ത് വേവിച്ചു വെച്ചിരിക്കുന്ന പരിപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഞാൻ ഇളക്കി യോജിപ്പിച്ചു. ഇനി ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം തളിച്ചു കൊടുത്ത് നമുക്കിത് അടച്ചു വെച്ച് ചെറു തീയിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കും കേട്ടോ, അടിയിലൊന്നും പിടിക്കാതെ. 10 മിനിറ്റ് കഴിഞ്ഞു. എല്ലാം യോജിച്ച് വെന്ത് ഒലർന്ന് നല്ലൊരു കറിയായി. ചൂട് ചോറിൻ്റെ കൂടെ കൂട്ടിക്കഴിക്കാൻ ആരോഗ്യകരമായ ഒരു തോരൻ. നമ്മുടെ നോൺ വെജിറ്റേറിയൻ റെസിപ്പി ഒരു ചിക്കൻ റാപ്പാണ്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പുളിയില കൂട്ടി ഒരു മസാല ഉണ്ടാക്കാം. ഇതിനു വേണ്ടി 2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, 1 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളക്, 1 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കുക. ഇത് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ 1 പിടി പുളിയിലയും കൂടെ ഇതിനകത്തോട്ട് ചേർത്തിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് നന്നായിട്ട് വറുത്തെടുക്കുക. പുളിയിലയുടെ കളറൊക്കെ മാറി നന്നായിട്ട് വറന്നു വരും. വറവ് പാകമായി കഴിയുമ്പോൾ അടുപ്പേൽ നിന്നെടുത്ത് ഇത് ചൂടാറാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. ചൂടാറിയ മസാല മിക്സിയുടെ ജാറിനകത്തിട്ട് നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുക്കും. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി എൻ്റെ കയ്യിൽ ഒരു 850 ഗ്രാം ചിക്കനാണ് ഉള്ളത്. അപ്പം ഞാനൊരു 3 ടേബിൾ സ്പൂൺ മസാല എടുത്തു. എനിക്കിനിയും കുറച്ച് മസാലയും കൂടെ മിച്ചമുണ്ട്, ഞാനതെടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കുക. ഇനി നമുക്കിതിന് അകത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ മസാല ചിക്കനിലോട്ട് നന്നായിട്ട് പുരട്ടിയെടുക്കാം. അരമണിക്കൂർ മിനിമം നമ്മളിതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ടും വെക്കുക. ഇനി പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമുക്ക് ചിക്കൻ കഷ്ണങ്ങളിട്ട് വറുത്തെടുക്കാം. വറുത്തെടുത്ത ചിക്കൻ കഷ്ണങ്ങൾ ഞാനിതേ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണേ. നമ്മൾ റാപ്പിനകത്ത് വെക്കുമ്പോൾ കഴിക്കാനുള്ള എളുപ്പത്തിനാണ് കട്ട് ചെയ്യുന്നത്. 4 ടേബിൾ സ്പൂൺ കട്ട തൈരിനകത്തോട്ട്
നമുക്ക് രുചിക്ക് ആവശ്യത്തിന് ഒനിയൻ പൗഡറും ഗാർലിക് പൗഡറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എനിക്കൊരു സോസും കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് റാപ്പ് അസംബിൾ ചെയ്യാം. ഞാനിവിടെ ഇതുപോലെ ലാർജ് ഹോൾ ഗ്രെയിൻ റാപ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി ഫില്ലിങ്ങിന് വേണ്ടി ഞാൻ കുറച്ച് ഒനിയനും ടൊമാറ്റോയും അതുപോലെ കുറച്ച് പിക്കിൾഡ് ഒലിവ്സും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ റാപ്പിനകത്തേക്ക് ടൊമാറ്റോ, ഒനിയൻ, പിക്കിൾഡ് ഒലിവ്സ്, പിന്നെ കുറച്ച് നമുക്ക് ആവശ്യത്തിന് ചിക്കൻ, അത്രയും വെച്ച് നമുക്ക് ആവശ്യത്തിനുള്ള സോസ് ഒഴിച്ച് ഈ റാപ്പ് അങ്ങ് മടക്കിയെടുത്താൽ മതി. എങ്ങനെയുണ്ട് ചായ? നല്ലതാണോ? നമ്മള് പിക്നിക്കിനൊക്കെ പോകുമ്പോഴത്തേക്കും ഉണ്ടാക്കണമെന്ന് പറ്റിയ സാധനം. നല്ലതല്ലേ? അങ്ങനെ പുളി ഇട്ടതിന്റെ എന്തെങ്കിലും ഒരു ടേസ്റ്റ് വ്യത്യാസം അങ്ങനെയൊന്നുമില്ല. എന്തോ ഒരു പുളി പോലത്തെ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ അത്ര കുത്തലൊന്നുമില്ല. നല്ല. പുളിയിലയുടെ കാര്യം പറയുമ്പോൾ ഒരു നല്ലൊരു നൊസ്റ്റാൾജിക് ഓർമ്മയുണ്ട് എനിക്ക്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നേഴ്സിങ്ങിന് ദേവമാതാ കുത്തറുകുളം അവിടെയാണ് ഞങ്ങൾ നേഴ്സിംഗ് പഠിച്ചത്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ പല പല ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരുണ്ട് അവിടെ. അപ്പം ഒരു മാസത്തിൽ ഒരു ദിവസം ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ വിസിറ്റിംഗ് ഡേ ഉണ്ട്. അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും പേരൻസ് എല്ലാ സാധനങ്ങളൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് വരും ഞങ്ങളെ കാണാനായിട്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അമ്പിളിയുടെ വീട്ടിൽ നിന്ന് ഈ പുളിയില കൊണ്ട് ഒരു വിഭവം, അതായത് പുളിയിലയും മീനും ഉണ്ടായിരുന്നു. എങ്ങനെ വാഴയിലക്കകത്തായിരുന്നു പാകം ചെയ്തത്, എങ്ങനെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് അതിൻ്റെ രുചിയും. ഞങ്ങളെല്ലാവരും കൂടെ വട്ടം കൂടിയിരുന്ന് ഞങ്ങളുടെ ഡോർമെറ്ററിൽ ഇരുന്ന് അത് തിന്നുന്നതും നല്ല ടേസ്റ്റായിട്ട്. അന്നാണ് എനിക്ക് ആദ്യമായിട്ട്, ഞാൻ അന്ന് വരെ ഞാൻ പുളിയില കൊണ്ടുള്ള ഒരു ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വീട്ടിൽ അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്നാണ് ഞാൻ ആദ്യമായിട്ട് പുളിയില കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പോൾ ഈ പുളിയില കണ്ടപ്പം ഞാനതിങ്ങനെ ഓർത്തു. നമുക്ക് ചില സ്വാദും ചില നിമിഷങ്ങളൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ നിൽക്കുമല്ലോ. അങ്ങനെ എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു സ്വാദാണ് ഈ പുളിയിലയുടെ ഒരു സ്വാദ് എന്ന് പറയുന്നത്. പുളിയില കൊണ്ടുണ്ടാക്കിയ ആ ഒരു മീനിൻ്റെ സ്വാദ്. അപ്പോൾ നിങ്ങൾക്ക് പുളിയില കിട്ടുവാണെങ്കിൽ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക. നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.